ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഹൗസ് വാമിങ് സെറമണിയാണ് കേട്ടോ. അത് വേറെ ആരുടെ അല്ല, എൻ്റെ സ്വന്തം കൊച്ചച്ഛൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് 2 BHK ആണ് കേട്ടോ. കാരണം ട്രിവാൻഡ്രത്താണ് ചിറ്റപ്പൻ താമസിക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോളുണ്ട്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡൈനിങ് ഏരിയ, കിച്ചൺ അതൊക്കെ കാണാം. ഇത് മൊത്തം ഒന്നും പണി തീർന്നിട്ടില്ല, കാരണം പെട്ടെന്ന് പാലുകാച്ചി നടത്തണം എന്നുള്ളത് കൊണ്ട് ആ ഒരു ടൈമിൽ അങ്ങ് നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും പണി ഒരുപാട് കിടപ്പുണ്ട്, ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പുറത്ത് വല്യച്ഛൻ്റെ വീടും ഇപ്പുറത്ത് എൻ്റെ വീടുമാണ്. അപ്പം നടുക്കാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 3 വീട് ഇപ്പോൾ അടുത്തടുത്തായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് പാലുകാച്ചി നടക്കുന്നത്. അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പുറത്ത് എൻ്റെ വീട്, ഇപ്പുറത്ത് വല്യച്ഛൻ്റെ വീട്, നടുക്ക് കൊച്ചച്ഛൻ്റെ വീട്. അപ്പോൾ 3 സിബ്ലിങ്സും അടുത്ത് തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് പോകാൻ സ്റ്റെയർ ഉണ്ട്. പിന്നെ അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ കബോർഡൊക്കെ ചെയ്യാനുണ്ട്, കാരണം സമയത്തിന് തീർന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ബെഡ്റൂമാണിത് ഈ കാണുന്നത്. അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത റൂമിലേക്കാണ് നമ്മൾ പോയത്. അവിടെയാണ് നമ്മുടെ ഗണപതി ഹോമമൊക്കെ നടന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ കബോർഡ് അതിലും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ 2 BHK ആണ്. അപ്പോൾ 2 മുറിയേ ഉള്ളൂ. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് മേളിലൂടെ ഒന്ന് പോയിട്ട് നോക്കാം, അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ. ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്ത് വല്യച്ഛൻ്റെ വീടാണ്. ആ കാണുന്നതാണ് വല്യച്ഛൻ്റെ വീട്, ഇപ്പുറത്ത് എൻ്റെ വീടും. അതോ ആ കാണുന്നതാണ് എൻ്റെ വീട്. ഇനി നമുക്ക് ഫങ്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെയാ നടന്നത്, എങ്ങനെയാ ഫങ്ഷൻ നടന്നതെന്നൊക്കെ ഒന്ന് കാണണ്ടേ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ.
രാവിലെ എല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് അപ്പച്ചിയുടെ മോളാണ് ആശ ചേച്ചി, പിന്നെ മറ്റേ നിൽക്കുന്നതാണ് വല്യച്ഛൻ, പിന്നെ അപ്പുറത്തെ അമ്മ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ഒരു രസമാണ്. നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ടൈം നമുക്ക് കിട്ടുന്നത്. ബാക്കി എല്ലാ സമയവും നമ്മളെല്ലാവരും ബിസിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ. തീർത്ഥ, ഹൃദ്യ, കൃഷ്ണൻ, അഭിനവ്, പിന്നെ നന്ദു, പിന്നെ ഇത് നീര ചേച്ചി, ചേട്ടൻ്റെ വൈഫാണ്, അമ്മ. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇത് നിഷ ചേച്ചി, ആശ ചേച്ചി. അപ്പോൾ എല്ലാവരും എൻ്റെ കസിൻസൊക്കെ തന്നെയാണ്. വല്യച്ഛൻ്റെയും അപ്പച്ചിയുടെയും മക്കളാണ് ഇതൊക്കെ. അപ്പോൾ അത് വല്യമ്മ. അപ്പോൾ ആനന്ദ് ആണ് വിളമ്പി കൊടുക്കുന്നതിലൊക്കെ ഒന്ന് നിന്നത്. ഒക്കെ കണ്ടോണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ്. നോക്കും. Yes. Good. Coba. Ini. No. Okay. No. 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 Wait. No. 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 Yes. Sit. 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 Wait. Sit. 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 No. 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 Hey. No. Hey. No. ഇരിക്കവിടെ. No. 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 Yes. അപ്പോൾ ഇതാണ് കൊച്ചച്ഛനും കുഞ്ഞമ്മയും അപ്പവും. അപ്പോൾ അവർ മൂന്നുപേരും ഫുഡ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇരുന്ന് ചിരിക്കുക കേട്ടോ. ഓഗിക്ക് ഫുഡ് കൊടുത്തപ്പോഴത്തേക്കും വേറൊരാൾ വന്നു, കിങ്ങിണി വന്നു. അപ്പോൾ പിന്നെ കിങ്ങിണിക്കൂടെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കൊടുത്തു നോക്കി, കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കൊടുത്തു. അതിനിടയ്ക്ക് വെച്ച് ഞാൻ ആനന്ദിൻ്റെ ഫ്രണ്ട് വീട്ടിലേക്കൊന്ന് പോയി കേട്ടോ. അവിടെ 2 പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. കേശുവിനെ കാണാനാണ് നമ്മൾ വന്നത്. അപ്പോൾ ജാനി അപ്പുറത്ത് കിടപ്പുണ്ട്. ജാനിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവനെ കാണാൻ വന്നതുകൊണ്ട് ഇവൻ്റെ വീഡിയോസാണ് കൂടുതലും എടുത്തത്. അപ്പോൾ നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഭയങ്കര കടിയാട്ടോ. നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതൊന്നും അതിന് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് നേരം ഇരുത്തിയിട്ട് ഞാനങ്ങ് താഴെ വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്താ, ഈ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ ഒരു സൈഡിലിരുന്ന് ഓരോന്നൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി. പിന്നെ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അവർക്ക് 2 പേർക്കും. ഇപ്പോഴത്തേക്കും കൃഷ്ണൻ വന്നു. കൃഷ്ണന് ഭയങ്കര നാണോ. അപ്പം പിന്നെ കൃഷ്ണൻ ഭയങ്കരമായിട്ടും ഷൈ ആയതുകൊണ്ട് പിന്നെ അധികം വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച്, ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ സദ്യയായിരുന്നു. അപ്പോൾ നല്ല നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡാൻസ് സെഷനിലേക്ക് കടന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് ഏത് സോങ് ആണെന്ന് പറയണം കേട്ടോ എല്ലാവരും. ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. 3 സോങ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. റീൽസ് ആണല്ലോ, ഇപ്പോൾ റീൽസ് എല്ലാം കണ്ട് പിള്ളേരെല്ലാം പഠിക്കുകയാണ്. അപ്പോൾ 3 സോങ്ങാണ്. ഇത് സെക്കൻഡ് സോങ് ആയിരുന്നു. ഈ ആദ്യം നിൽക്കുന്ന മോള് ഹൃദ്യയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഡാൻസ് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കളിപ്പിച്ചു. പിന്നെ പോയപ്പോഴത്തേക്കും പിന്നെ ഇവരെ 2 പേരെ ആക്കി. അപ്പോൾ ഇത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇതേതാന്ന് പറയാം. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണിത്. എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്.
ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മളുടെ ഈവനിങ്ങിലെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കഴിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വൈകുന്നേരം 8 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് ജോലിക്ക് പോകണം. അപ്പം അത് കാരണം ഞാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവരെയും വിട്ടുപിരിയാനൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാളെ പോകണമല്ലോ എന്ന് ആലോചിച്ച് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.